ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ടോയ് ഒരു പ്രത്യേകതയുള്ള ടോയാണ്. അതായത് ഒരു ടോയിയുടെ തന്നെ ടോയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. എന്ന് വെച്ചാൽ ടോയ്സിനെ കുറിച്ചുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഡിസ്നി മൂവിയാണ് ടോയ് സ്റ്റോറി. ഇത് 1995 ഇറങ്ങിയതാണ്. ഇത് ആദ്യത്തെ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് ചിത്രമാണ്. പിന്നെ പിക്സാറിൻ്റെ ഫസ്റ്റ് മൂവിയാണിത്. ആ മൂവിയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള വുഡിയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. ടോയ് സ്റ്റോറി ഒരു മൂവി സീരീസാണ്. ഇതുവരെ 4 മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. 2019 അവസാനത്തെ 4ാമത്തെ പാർട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇനി അടുത്ത് 2026 5ാമത്തെ പാർട്ട് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നമ്മുടെ മൂവിയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള വുഡി. ഷെരീഫ് വുഡി എന്നാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പേര്. ഈ ടോയ് സ്റ്റോറി ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളുടെ അഥവാ ടോയ്സിനെ കുറിച്ചുള്ള ഒരു മൂവിയാണ്. ഇതിലെ ആൻഡി ഡേവിസ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയാണ് ഈ വുഡി എന്ന് പറഞ്ഞിട്ടുള്ള ടോയ്. ഇതൊരു കൗബോയ് ടോയാണ്. സിനിമയിൽ ഈ ക്യാരക്ടറിന് സൗണ്ട് കൊടുത്തിട്ടുള്ളത് ടോം ഹാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോളിവുഡ് ഫേമസ് ആക്ടറാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ആൻഡി ഡേവിസിന് ഒരു കൂട്ടം ടോയ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള വുഡി ഉണ്ട്, മിസ്റ്റർ പൊട്ടാറ്റോ ഹെഡ് ഉണ്ട്, സ്ലിങ്കി ഡോഗ് ഉണ്ട്, റെക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടോയ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പുതുതായിട്ടുള്ള ബസ് ലൈറ്റിയറും. ഈ ടോയ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയെല്ലാം ജീവനുള്ള ടോയ്സാണ്. പക്ഷേ മനുഷ്യരടുത്ത് വരുമ്പോൾ ഇവയെല്ലാം ജീവനില്ലാത്ത സാധാരണ ടോയ്സായിട്ട് അഭിനയിക്കും. അങ്ങനെ ഇവരുടെ ജീവിതമാണ് ടോയ് സ്റ്റോറിയുടെ കഥ. ഇതാണ് ഇതിൻ്റെ ബോക്സ്. വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോക്സാണ്. ടോയ് സ്റ്റോറി 4 ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ടോയ്. അതിൽ തന്നെ വേറൊരു ക്യാരക്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പേര് കൊടുത്തിട്ടുണ്ട്, വുഡി എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഡിസ്നി പിക്സാറിൻ്റെയാണ് ഈ ടോയ് സ്റ്റോറി. ബാക്കി ടോയ്സിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. വുഡി, ബസ് ലൈറ്റിയർ, സ്ലിങ്കി ഡോഗ്, ഇത് റെക്സ്, അങ്ങനെ ബാക്കിയുള്ള ടോയ്സിൻ്റെ എല്ലാം പടമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ടോയ്സ് ഈ സീരീസിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കമ്പനിയുടെ പേര് മാറ്റലിൻ്റെയാണ്. ഇത്രയാണ് ബോക്സിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ടോയ് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ടോയ്സിനേക്കാളും കുറച്ചുകൂടെ സൈസ് വലുതായിട്ടുള്ളൊരു ടോയ് ആണിത്. ഇതിനു മുമ്പ് നമ്മൾ മിക്കവാറും ടോയ്സ് എല്ലാം ഒരു 6 സ്കെയിലുള്ള ടോയ്സാണ്. ഇത് ഏതാണ്ട് ഒരു 25 സെൻറ്റിമീറ്റർ അടുപ്പിച്ച് ഹൈറ്റുള്ളൊരു ടോയാണ് ഇത്. സിമ്പിളായിട്ടുള്ള ടോയ് ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹെഡിൻ്റെ ഡിസൈൻ. ഒരു ആനിമേഷൻ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഹെഡ് ഡിസൈൻ. ഇതിൻ്റെ തൊപ്പി റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മുടിയുടെ ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് യെല്ലോ ഷർട്ട്, പിന്നെ ഒരു ഓവർ കോട്ടുണ്ട്. ഒരു പശുവിൻ്റെയൊക്കെ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ഓവർ കോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴുത്തിലൊരു സ്കാർഫ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാഡ്ജ് ഉണ്ട്, ഷെരീഫ് എന്ന് എഴുതിയിട്ടുള്ള ബാഡ്ജ്. പിന്നെ 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, ബെൽറ്റിലുള്ള ഡിസൈൻ. പിന്നെ ഇവിടെ നമ്മൾ ഗണ്ണൊക്കെ തൂക്കിയിടാനായിട്ടുള്ള ഒരു ഗൺ ഹോൾഡർ ഉണ്ട്. പിന്നെ ബൂട്ട്, മറ്റേ കൗബോയ്സിൻ്റെ ബൂട്ടാണ്. ഒരു കാക്ടസിൻ്റെ ഡിസൈനുണ്ട്. പിന്നെ ബാക്കിൽ ഒരു ചെറിയ വീൽ പോലത്തെ ഒരു ഡിസൈനാണ്. നമ്മൾ കൗബോയ് മൂവീസിലൊക്കെ കാണുന്ന ഒരു തരത്തിലുള്ള ഡിസൈനാണിത്. പിന്നെ പാൻസിൽ ആ ഒരു ജീൻസും തോന്നിക്കത്തക്ക രീതിയിൽ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഡിസൈനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ കഴുത്തിൻ്റെ റൊട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വേസ്റ്റിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കൈയുടേത് ഈ ഒരു ലെവല്, പിന്നെ അതിൽ റൊട്ടേഷനുണ്ട്. പിന്നെ എൽബോ 90 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. റിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുതന്നെ ലെഗ് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ. നീഡ് ബെൻഡുണ്ട്, 90 ഡിഗ്രി ബെൻഡ്. അതിൽ തന്നെ റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നൈസായിട്ടുള്ള ഇതായതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊന്ന് പോസ് ചെയ്ത് നിർത്തി നോക്കാം.
സിമ്പിളാണെങ്കിൽ അത്യാവശ്യം നല്ല പോസിബിലിറ്റീസ് ഇതിനുണ്ട്. ഹാറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോയ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.